ഹായ് ഗൈസ്, അപ്പം നമ്മളിത് വീണ്ടും പുതിയ ഒരു വീഡിയോ മാറ്റത്തിരിക്കുകയാണ്. ഞാനാണ് കൂൾമമാൻ. ഇന്നത്തെ പരിപാടി ഞങ്ങളെ കണിക്കുന്ന ഫൗസിയുടെ കല്യാണം. പെണ്ണുങ്ങളെ മുമ്പിൽ മെയിനാവാൻ വേണ്ടി എന്റെ കൂട്ടുകാരൻ ടൈഗർ അനീസയുടെ വണ്ടി മാറ്റി അവന്റെ പെങ്ങളെ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. പച്ച കളർ കാർ. ഈ കാറിന്റെ മുകളിൽ തുറക്കാം. പട്ടിഷോ മാത്രം കാണിക്കാൻ വേണ്ടിയാണ് എന്റെ കൂട്ടുകാരൻ ടൈഗർ ഈ വണ്ടിയുമായിട്ട് വന്നത്. പണ്ടേ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഇളക്കമാണ്. ഇതാണ് സാബ്ര ഐസു. 1.5 കിലോ പുട്ടിയാണ് ആ മുഖത്തിട്ടിരിക്കുന്നത്. വെയിൽ കൊണ്ട് ആ പുട്ടി ഒലിച്ചിറങ്ങിയെങ്കിലും തന്റെ മുഖത്തല്ല ഇതൊന്നും സംഭവിക്കുന്നത് എന്ന ലാഘവത്തോടുകൂടിയാണ് അവൾ നിൽക്കുന്നത്. 4-3-7 ചുരിദാറിന്റെ വെളിച്ചം കണ്ണിലേക്ക് അടിച്ചപ്പോഴേക്കും ടൈഗർ ഷിബി മുടിച്ചിപ്പി. പണ്ട് തൊട്ടേ താല്പര്യം പെണ്ണുങ്ങളെടുത്താണ്. ഇതാണ് ഞങ്ങളെ കണിക്കുന്ന ഫൗസിയുടെ ചേട്ടത്തി പാത്തു. ഈ നെറ്റിപ്പട്ടം കണക്കത്തെ മാല ഇട്ടിരിക്കുന്നതാണ് ഫൗസിയുടെ മാമി. ഇതാണ് കൂൾമമ്മയുടെ ക്രഷ് ഫാത്തിമ കമർ. ഇത് ബെറി ഫ്രം വെളിച്ചിക്കാല. ഇതാണ് ഫൗസിയുടെ കിഡ്നിയും ആത്മാർത്ഥ സുഹൃത്തുമായ ആസിയ. ആസിയ എനിക്കൊരു പൂ തന്നു. ഒരു പൂ തന്നാൽ നീ എന്റെ കൂടെ പോരുമോ? ആസിയ സ്നേഹത്തോടെ എനിക്ക് പൂ തന്നെങ്കിലും അത് ഞാൻ സാബ്ര കൊടുത്തു. അങ്ങനെ 2 പെണ്ണുങ്ങൾക്ക് പൂകൾ മാറി മാറി കൊടുത്തപ്പോൾ ഷാഹിനാക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കടന്തൽ കുത്തിയ മോന്തയുമായി അവൾ തിരിഞ്ഞു നിന്നു. എന്തോ എല്ലാവർക്കും എന്നെ മതി. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും എന്റെ കൂട്ടുകാരൻ ടൈഗർ ഇതൊന്നും അറിഞ്ഞു. അവൻ ആ പെണ്ണുങ്ങളെ ചേർന്ന് നിന്നു. അങ്ങനെ ഉയർന്ന തലയുമായി എന്റെ വാപ്പ അഫ്സൽ അവിടെ എത്തി. അവിടുത്തെ കാര്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ട് വാപ്പ സ്റ്റാൻഡേർഡ് വിടാതെ സംസാരിച്ചു. ഇതാണ് ഞങ്ങളെ പുതിയ പെണ്ണ്, കണിക്കൊന്ന പൗസി കണിക്കൊന്ന. വാപ്പ എല്ലായിടത്തും വന്ന് ഈ 2 എന്നുള്ള എക്സ്പ്രഷൻ കാണി. ഈ ഒരു എക്സ്പ്രഷൻ മാത്രമേ എന്റെ വാപ്പ അഫ്സലിന് അറിയാം. കൂൾമമ്മന്റെ ക്രഷായ ഫാത്തിമ കമർ ഈ ആഷിക് പേഴ്സണിൽ അടുത്ത് പോയിരുന്നു. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പൊസസീവ് അടിച്ച്. ഞാൻ ഇവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഒന്ന് ശ്വാസം വിടുന്ന സമയം പോലും എടുക്കാതെ ഇവളെന്നെ ഇഷ്ടമല്ലെന്ന്. ആർക്ക് പോയി? അവക്ക് പോയി. അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞെങ്കിലും ഇച്ചിരി സമയം കിട്ടുമ്പോൾ ഞാൻ പോയി അവളടുത്തിരിക്കും. ഒരു സുഖം. അങ്ങനെ ഞാനും വാപ്പായും ടൈഗർ ഷിബിയും കൂടെ ചേർന്ന് ഒട്ടക്കിണറ്റിൽ ചാടാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കി നിന്നു. ആരാണ് ആ ചെറുപ്പക്കാരൻ? ഈ കറുത്ത കളർ കൂളിംഗ് ഗ്ലാസും കറുത്ത കോട്ടും ധരിച്ച ഇവനാണ് ആ ഹതഭാഗ്യവാൻ. അങ്ങനെ സിയാദ് ഫ്രം കുളപ്പാടം ഫൗസിയെ കെട്ടാൻ പോകുന്നു. അങ്ങനെ ഇന്നത്തോടു കൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോഴാണ് അബീക്ക് അതുവഴി നടന്നു പോകുന്നത് കണ്ടത്. ഓഡിറ്റോറിയം ഒന്ന് കുലുങ്ങി, എല്ലാവരും ഒന്ന് കിടുങ്ങി. അങ്ങനെ ഫൗസി സ്റ്റേജിൽ കയറി. സ്റ്റേജിൽ കയറിയ ഉടനെ പൂക്കുറ്റി പൊട്ടി. സിയാദ് അത് കണ്ടപ്പോഴേ സന്തോഷിച്ചു. എന്നാ പൂക്കുറ്റിയല്ല, സ്വന്തം ജീവിതത്തിന്റെ താളമാണ് തെറ്റിയെന്ന് അവൻ വൈകാതെ അറിയും. പിന്നെ ഞാൻ പയ്യെ ഇറങ്ങി താഴോട്ട് വന്നു. അങ്ങനെ അവർ വിവാഹിതരായി. അപ്പോഴാണ് ഞാൻ എന്റെ ഒരു ഫാൻ ഗേളിനെ കണ്ടത്. യോ കൂൾമമ്മദിക്ക എന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ദാ നിൽക്കുന്നു മൂസിക്കോർ. ഇൻസ്റ്റാഗ്രാമിനെ മൊത്തത്തിൽ വരപ്പിക്കാൻ കഴിവുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് മൂസിക്കോർ. അപ്പോഴാണ് ടൈഗർ ഷിബിയുടെ ലീലാവിലാസം ഞാൻ കണ്ടത്. വീണ്ടും പോയി അവൻ പെണ്ണുങ്ങളുടെ കീഴിൽ നിൽക്കുന്നു. എന്റെ കൂട്ടുകാരൻ ടൈഗർ ഷിബി ഒരു പെണ്ണാളനാണ് ഗൈസ്. ചുറ്റും പെണ്ണുങ്ങളും അതിന്റെ നടുക്ക് ടൈഗർ ഷിബിയും. അതാണ് അവൻ സ്വപ്നം കണ്ട കേരളം. അപ്പോഴാണ് ഞാൻ ഇവളെ കണ്ടത്. ഇതാണ് ആഷിന ആച്ചിവളോ. പെണ്ണുങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവളുടെ വീഡിയോയിൽ നിന്ന് അറിഞ്ഞിട്ടും ഞാൻ ഒരു ദിവസം ഇവളുടെ വീഡിയോ ഒരു 10 വട്ടമെങ്കിലും കാണും. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. കൂൾ മുഹമ്മദിന്റെ ജീവിതത്തിൽ തുറന്നു പറയാത്ത ഒരു പ്രണയമുണ്ട്. അതാണ് അവൾ. ഇവളെയും കൂടെ ചേർത്ത് കൂൾ മുഹമ്മദിന്റെ ജീവിതത്തിലെ 40ാമത്തെ പ്രണയമാണിത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാരും ഒന്ന് ഫോളോ ചെയ്യണേ.